ആദ്യമായി നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഈ ഇറച്ചിയിലേക്ക് നല്ലപോലെ മിക്സ് ചെയ്യണം. നന്നായിട്ട് ഇനി നമുക്ക് ഈ ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളകും ഇറച്ചിയിലേക്ക് മിക്സ് ചെയ്ത് നല്ലപോലെ തേച്ച് പിടിപ്പിക്കണം. നല്ലപോലെ മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് റെസ്റ്റിന് വെക്കണം. നമുക്ക് റെസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഇനി ഗരം മസാല പൊടിയാണ് ചേർക്കേണ്ടത്. കൂടെ തന്നെ 1 സ്പൂൺ മുളക് പൊടി കൂടി ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്യണം. ചിക്കനിൽ നിന്ന് ഓരോ പീസ് എടുത്ത് മുട്ടയിലേക്ക് മുക്കി ബ്രെഡ് പൊടിയിലേക്ക് മുക്കി നമുക്ക് ഈ നല്ല വൃത്തിയുള്ളൊരു പാത്രത്തിലേക്ക് മാറ്റാം. ചിക്കനും അതുപോലെ ബ്രെഡിലൊക്കെ മുക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് നമ്മൾ ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണ. എണ്ണ നല്ലത് ചൂടായിരിക്കുകയാണ്. നമുക്ക് ഒരു പീസ് എടുത്തൊന്ന് ഇട്ട് നോക്കാം. അപ്പോൾ അറിയാൻ പറ്റും എണ്ണ ചൂടായിട്ടുണ്ടോ. ചിക്കനൊക്കെ നമ്മുടെ നല്ല വെളിച്ചെണ്ണയിൽ കിടന്ന് നല്ലപോലെ പൊരിഞ്ഞു വരികയാണ്. 2 സൈഡൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുത്തു. ഒരു 70% റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഹോം മെയ്ഡ് KFC നമ്മൾ ആണ് ഉണ്ടാക്കാൻ ശ്രമിച്ചത്. പക്ഷേ ഇത് റെഡിയായി വന്നപ്പോൾ ആ KFCയുമായി യാതൊരു ബന്ധമില്ലാതെ അതുകൊണ്ട് നമ്മളൊരു പുതിയ പേരിട്ടു ഇതിന്, ചിക്കൻ ആച്ചി കോക്കോ. പുതിയ